إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികൾ, സർവ്വലോക രക്ഷിതാവായ പടച്ചറബിൻ്റെ ആജ്ഞാനുവർത്തികളായി സംശുദ്ധമായ ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്ന ഒരു ഭാഗം, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തീർച്ചയായും താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവ ഗുണത്തിനുടമയാണ്. എന്നാൽ ഖുർആൻ പ്രവാചകരുടെ സ്വഭാവവും സംസ്കാരവും ഒക്കെ വളരെ മഹത്തരമാണ് എന്ന് പറയുമ്പോൾ അതെന്താണ്, എങ്ങനെയാണ് എന്നറിയാൻ പ്രവാചക പത്നിയോട് ചോദിച്ചിരിക്കുന്ന സ്വഹാബികൾക്ക് ലഭിച്ച മറുപടി കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ്. ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നൊരു വിഷയമാണ്. ഖുർആൻ പറയുന്നു പ്രവാചകരുടെ സ്വഭാവം വളരെ മഹത്തരമാണ്. പ്രവാചക പത്നി പറയുന്നു ആ സ്വഭാവം ഖുർആൻ തന്നെയായിരുന്നു എന്ന്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വച്ചിരിക്കുന്ന സ്വഭാവവും സംസ്കാരവും സമീപനങ്ങളും ജീവിത രീതിയുമൊക്കെ യാതൊരു വ്യതിയാനങ്ങളുമില്ലാതെ, വ്യത്യാസങ്ങളില്ലാതെ നേർക്ക് നേരെ സ്വീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും അങ്ങനെ വിജയം കൈവരിക്കുകയും ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഭാവങ്ങളിൽ, സംസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്ഷമയും സഹനവും അനുബന്ധമായ പ്രാർത്ഥനകളും. ഞാനിവിടെ ഓതി വച്ചിരിക്കുന്ന ആയത്ത് സൂറത്തുൽ ബഖറയിൽ നിന്നാണ്. അതിൽ പറഞ്ഞു വെക്കുന്ന രണ്ട് കാര്യങ്ങൾ, ക്ഷമയും അതുപോലെ തന്നെ നമസ്കാരവും. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഒരു പരീക്ഷണ ഘട്ടത്തിൽ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു കാണിക്ക പോലെ വെച്ചു കൊടുക്കാനും എന്നിട്ട് അവരോട് സഹായം തേടുവാനും മാത്രം കഴമ്പും കാതലും ഖനവുമുള്ളതായിരിക്കണമെന്നാണ് അത് പറയുന്ന വേറെയും വാക്യങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇസ്തഈനു
വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ ലിൽ ഖാശിഈൻ അല്ലദീന യദുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. അതേ ആയത്തും സൂറത്തുൽ ബഖറയിലാണ്. നിങ്ങൾ അല്ലാഹുവോട് ക്ഷമയും നമസ്കാരവും ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ സഹായം തേടുക. എന്നാൽ അത് അള്ളാഹുവിനെ ഭയപ്പെട്ട് അവരെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ അത് പ്രയാസകരമല്ലാതെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഇത് ഭാരമുള്ളതാണ്. പരലോകത്ത് പടച്ചറബിനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കാണ് ആ ഒരു സൗഭാഗ്യം ഉണ്ടാവുക എന്ന് കൂടി ചേർത്ത് പറയുന്നുണ്ട്. നമുക്കറിയാം, മനുഷ്യൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ തളരാതെ നിവർന്നു നിൽക്കാനുള്ള ഏറ്റവും വലിയ മനക്കരുത്താണ് ക്ഷമയും സഹനവും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമെല്ലാം ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത നിലനിർത്തൽ അത്യന്താപേക്ഷിതമായിരിക്കുന്ന രണ്ട് ഗുണങ്ങളാണ് ക്ഷമയും സഹനവും. പ്രവാചകന്മാരെല്ലാം അവരുടെ ജീവിതത്തിൽ നേടിയിരിക്കുന്ന വിജയത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അതിപ്രധാനമായിരിക്കുന്ന വിഷയം അത് തന്നെയാണ്. ക്ഷമ എന്നത് ഒരു ബലഹീനതയല്ല, അത് കരുത്താണ്, ശക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുക. റസൂൽ പറയുന്നുണ്ട്, രണ്ടാളുകൾ തമ്മിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മൽപ്പിടുത്തം നടക്കുമ്പോൾ അത് ഏറ്റവും ശക്തനായിരിക്കുന്ന മനുഷ്യൻ അപരനെ കീഴ്പ്പെടുത്തുന്നവനല്ല, മറിച്ച് തൻ്റെ മനസ്സിനെ ക്ഷമ കൊണ്ട് അടക്കി നിർത്താൻ സാധിക്കുന്നവനാണ് എന്ന്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, അത് ബലഹീനതയല്ല, അത് ശരിക്കും കരുത്താണ്, ശക്തിയാണ്. നമുക്കറിയാം, പ്രതികരിക്കാൻ ശേഷിയുണ്ട്, അവസരമുണ്ട്, സാഹചര്യമുണ്ട്, എന്നിട്ടും സ്വയം നിയന്ത്രിക്കുന്നതാണ് യഥാർത്ഥ ക്ഷമ. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് കോപത്തെ നിയന്ത്രിക്കുക എന്നുള്ളത്. പരലോകത്ത് വിശാലമായ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ, ആകാശഭൂമികളോളം വിശാലമാണ് സ്വർഗമെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ആ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന ആളുകളുടെ പ്രത്യേകതകൾ, ഒന്നാമത്തെ പ്രത്യേകത അവർ മുത്തഖികളാണെന്നുള്ളതാണ്. അവർ മുത്തഖികളാകുന്നത് ചില പ്രത്യേക ഗുണങ്ങൾ കൊണ്ടാണ്. ആ ഗുണങ്ങൾ ഒന്ന്, വൽ കാദിമീന അൽ ഗൈള വൽ ആഫീന അനിൻ നാസ്, അവർ കോപത്തെ അടക്കി വെക്കുന്നവരും ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുന്നവരുമാണ് എന്നാണ്. പ്രവിശാലമായ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന അതിപ്രധാനമായിരിക്കുന്ന കാര്യമാണത്. അവർ കോപത്തെ അടക്കി വെക്കും, ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കും. ഈ രണ്ടും ക്ഷമയുമായി സഹനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ് എന്നാണ് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, വേദനകൾ, പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, അങ്ങനെയുള്ള സംഗതികളൊക്കെ പോസിറ്റീവായി കാണാൻ സാധിക്കണമെങ്കിലും ക്ഷമിക്കാനുള്ള കരുത്ത് വേണമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ വിജയം ലഭിക്കുമ്പോൾ പോലും അതിൻ്റെ മധുരം ആസ്വദിക്കാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അങ്ങനെ ഖുർആൻ ഈ വിഷയത്തെ വ്യത്യസ്തമായ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, മനുഷ്യബന്ധങ്ങളിലെ ക്ഷമയുടെ പങ്ക് അത്ര ചെറുതല്ല. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ നമ്മൾ വിള്ളലുകൾ വരാതെ വിട്ടുവീഴ്ച മനോഭാവം കാണിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കും അവിടെയൊക്കെ ഏറ്റവും നല്ല പ്രൊഡക്റ്റീവായിരിക്കുന്ന ഒരു തലം ഉണ്ടായിത്തീരുക എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വിശുദ്ധ ഖുർആൻ പരലോകത്ത് കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ പറയവേ അതിൻ്റെ മുന്നും പിന്നുമായി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്തുകൊണ്ടാണ്. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയഖ്ശൗന റബ്ബഹും വയഖാഫുന സുഅല ഹിസാബ്. അള്ളാഹു പറയുന്നത്, കൂട്ടിയിണക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചത് ബന്ധങ്ങൾ, ആ ബന്ധങ്ങളെ കൂട്ടിയിണക്കുകയും തങ്ങളുടെ രക്ഷിതാവിനെ പേടിക്കുകയും കടുത്ത വിചാരണയെ ഭയപ്പെടുകയും ചെയ്യുന്നവരാണ് അവർ. വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, അവർ തങ്ങളുടെ റബ്ബിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ക്ഷമ അവലംബിക്കുന്നവരാണ്. വഅഖാമു സ്വലാത്ത വഅൻഫഖു മിമ്മാ റസഖനാഹും, അവർ നമസ്കാരം മുറപോലെ നിർവഹിക്കും. വഅൻഫഖു മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവർ ചെലവഴിക്കുകയും ചെയ്യും. വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ, തിന്മകളെ നന്മ കൊണ്ടാണ് അവർ പ്രതിരോധിക്കുക. ഉലൈക ലഹും ഉഖ്ബദ്ദാർ, അവർക്കാണ് ലോകത്തിൻ്റെ പര്യവസാനം നന്നായി തീരുക. തീർന്നില്ല. അങ്ങനെയുള്ള ആളുകൾ
ജന്നാത്തു അദിനിൻ യദ്ഖുലൂനഹ, അവരാണ് ശാശ്വതമായ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ. ജന്നാത്തു അദിനിൻ യദ്ഖുലൂനഹ, ശാശ്വതമായ സ്വർഗത്തിൽ ആരൊക്കെയുണ്ട്? യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, അവരുടെ മാതാപിതാക്കളിൽ, അവരുടെ ഇണകളിൽ, അവരുടെ മക്കളിൽ സൽവൃത്തരായിരിക്കുന്ന ആളുകളും കൂടെ ഉണ്ടായിരിക്കും, ഒറ്റക്കല്ല. അങ്ങനെ ഒരുമിച്ചൊന്നായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നവരുടെ ഏറ്റവും വലിയ വിശേഷണം, അതിന് സാധ്യമാകുന്നത് ക്ഷമ അവലംബിക്കുന്നതുകൊണ്ടാണ്. ഒരുപാട് മേഖലയിൽ, ഒരുപാട് സന്ദർഭങ്ങളിൽ, ഒരുപാട് സാഹചര്യങ്ങളിൽ അത് വേണ്ടിവരും. ആ ക്ഷമയും സഹനവും പ്രധാനമാണ്. എന്നിട്ട് അനുബന്ധമായി പറയുന്നത് വല്ലദീന സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ, ഇവരുടെ കൂടെ മലക്കുകൾ പ്രവേശിക്കുന്നുണ്ട്. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ വാതിലുകളുടെയും മലക്കുകൾ പ്രവേശിക്കും. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം എന്നവർ തരും. കാരണം ബിമാ സബർതും, നിങ്ങൾ ക്ഷമ അവലംബിച്ചതിന്റെ പേരിൽ. നിങ്ങൾ ക്ഷമ അവലംബിച്ചതിന്റെ പേരിലാണ് നിങ്ങൾക്ക് കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത്. ആ മലക്കുകളുടെ ഏറ്റവും നല്ല അഭിവാദ്യങ്ങൾ ലഭ്യമാകുന്നു എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ അതിന്റെ ഒരു ഭാഗമാണ്. നമുക്കറിയാം, ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ മാർഗം അവലംബിച്ചിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. മറ്റു മുൻകാല പ്രവാചകന്മാരൊക്കെ അങ്ങനെ തന്നെ. നമുക്കറിയാം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏതാണ്ട് 30ഓളം വർഷമാണ്, ഏകദേശം 30ഓളം വർഷമാണ് മാരകമായ രോഗം ബാധിച്ച് എല്ലാം നഷ്ടപ്പെട്ട് ദുനിയാവിൽ എല്ലാത്തിനും ഒറ്റപ്പെട്ട് കഴിഞ്ഞുകൂടുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ക്ഷമ കൈവിടാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല, ഒരിക്കൽ പോലും വഴിമാറിപ്പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പോലും എത്രമാത്രം ലളിതമായിരുന്നു എന്ന് ആലോചിക്കാവുന്ന. വഅയ്യൂബ ഇദ് നാദ റബ്ബഹു അന്നി മസ്സനി യദുർ വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബിയുടെ പ്രാർത്ഥന ശ്രദ്ധേയമാണ് എന്ന്, അതിൽ മാതൃകയുണ്ട്, അത് പിൻപറ്റാനുള്ളതാണ്. എന്താ പ്രത്യേകത? ആ കഷ്ടപ്പാടിലും ദുരിതങ്ങളിലും പ്രയാസങ്ങളിലും അദ്ദേഹം എന്തിനാണ് എൻ്റെ റബ്ബ് എന്നെ കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞില്ല. എന്തോ ഒരു വിധിയാണ് എനിക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞില്ല. ഒരു വേവലാതിയുമില്ല. റബ്ബിനോട് ഇത്രേ പറഞ്ഞുള്ളൂ, പടച്ചോനെ ഞാൻ പ്രയാസത്തിലാണ്, നീ അർഹമുർ റഹീമാണല്ലോ, കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോവാണ്. ആ പ്രാർത്ഥന അതൊരു തവക്കുലിന്റെ ഭാഗം കൂടിയാണ്. ആ തവക്കുല് ഈ ദുനിയാവില് മുഴുവൻ ആളുകളും, ദുനിയാവുള്ള മുഴുവൻ മനുഷ്യന്മാരും, മുഴുവൻ സംവിധാനങ്ങളും സൗകര്യങ്ങളും എനിക്ക് അനുകൂലമായി നിന്നാലും, എല്ലാവരും എന്നെ സഹായിക്കാനും സഹകരിക്കാനും ഉണ്ടായാലും, അല്ലാഹുവേ നിന്റെ കാരുണ്യമില്ലെങ്കിൽ, നിന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല. മറിച്ചും ഒരാളും സഹായിക്കാനില്ല, ഒരാളും സഹകരിക്കാനില്ല, എവിടെ നിന്നും ഒരാശ്രയവുമില്ല. അങ്ങനെ കഴിഞ്ഞു കൂടുമ്പോഴും അള്ളാഹുവിന്റെ സഹായമുണ്ടോ, അവന്റെ കാരുണ്യമുണ്ടോ, അവന്റെ അനുഗ്രഹമുണ്ടോ? തീർച്ചയായും അത് മതി. അതിലെല്ലാം ഉണ്ട് ആ പ്രതീക്ഷ, ആ പ്രാർത്ഥന. അങ്ങനെ നിൽക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ വലിയ ക്ഷമയുടെ ഉദാഹരണമാണ്. ഒരുപാട് പ്രവാചകന്മാര്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലത്തോളമാണ് ഒരു കുഞ്ഞില്ലാതെ വിഷമിച്ച് അതിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രാർത്ഥനയിലും നമ്മളൊക്കെ കാണുന്ന പോലെ, അറിയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾക്ക് കേൾക്കുന്ന പോലെയുള്ള വിഷയമല്ല. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. പ്രാർത്ഥന വളരെ ലളിതമാണ്. അപ്പോൾ പൊതുവിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു പ്രാർത്ഥനയാവണമെങ്കിൽ അതിലൊരുപാട് പദങ്ങളൊക്കെ ചേർത്ത്, അല്ലെ, സുദീർഘമായി മണിക്കൂർ കണക്കിന് ഇങ്ങനെ നീട്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്കൊരു പ്രാർത്ഥനയായി മാറുക. പക്ഷേ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനകളാണെങ്കിലും പ്രവാചകന്മാർ നിർവഹിച്ചിരിക്കുന്ന പ്രാർത്ഥനകളാണ്, അതൊക്കെ വളരെ ലളിതമാണ്. പറയേണ്ട കാര്യങ്ങൾ അതിലുണ്ടാവും. അവിടെ എന്തേ പറഞ്ഞുള്ളൂ? റബ്ബി, എന്റെ രക്ഷിതാവേ, ഹബ്ലി, എനിക്ക് നീ നൽകണമേ. എന്താ നൽകേണ്ടത്? മിനസ് സ്വാലിഹീൻ, നല്ലൊരു സന്താനത്തെ. കഴിഞ്ഞു. ഈ ലളിതമായ 2-3 പദങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഈ പ്രാർത്ഥനയാണ് ഏതാണ്ട് 10-40ഓളം വർഷം ഒരു മഹാനായ പ്രവാചകൻ നിർവഹിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കാൻ സാധിച്ചത് കൊണ്ടാ? ക്ഷമയുള്ളത് കൊണ്ടാ, ക്ഷമിക്കാൻ സാധിച്ചുകൊണ്ടാ. മറ്റു മാർഗങ്ങൾ അവലംബിച്ചില്ല. മറ്റു മാർഗം എന്ന് പറഞ്ഞാൽ വഴിവിട്ട മാർഗങ്ങൾ, അല്ലാഹു അല്ലാത്ത മഹാന്മാരെയോ അല്ലെങ്കിൽ പ്രവാചകന്മാരെയോ അങ്ങനെയുള്ള മുൻഗാമികളായി പോയിരിക്കുന്ന ആളുകളെയൊക്കെ സമീപിക്കുകയോ അവരോട് പ്രാർത്ഥിക്കുകയല്ല. പടച്ച റബ്ബിനോട് തന്നെയാണ് പ്രാർത്ഥന. പ്രതീക്ഷ അവിടെയാണ്. അവൻ നൽകുമെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നമ്മൾ സാധാരണ ഓരോ നമസ്കാര വേളകളും കഴിയുമ്പോൾ പറയുന്നതാണല്ലോ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ.
അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ ആർക്കും കഴിയില്ല, നീ തടഞ്ഞത് നൽകാനും കഴിയില്ല. നീ തന്നതേ ഉള്ളൂ, നീ തരാത്തതില്ല. അത് വലിയ ആശ്വാസത്തിന്റെ സംഗതിയാണ്. ആ നിലക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് ചരിത്രത്തിലൂടെ വായിച്ചെടുക്കാൻ പറ്റും. മുഹമ്മദ് നബിയും അതിന്റെ ഏറ്റവും നല്ല പ്രതീകമാണ്, മഹത്തായ ഉദാഹരണമാണ്. ക്ഷമയുടെയും സഹനത്തിന്റെയും വലിയ ഒരു പ്രതീകമായി തന്നെ മുഹമ്മദ് നബിയെ കാണാൻ സാധിക്കും. ഒരുപാട് വിഷയങ്ങളുണ്ട്, വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതോടൊപ്പം തന്നെ ഭൗതികമായും ക്ഷമ അവലംബിക്കാൻ കഴിയുകയാണെങ്കിൽ, സഹനം തീർക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ആരോഗ്യത്തിന് പോലും ഗുണകരമായിരിക്കുന്നില്ലാണ്. മനസ്സിന്റെ സ്ട്രെസ് ഉണ്ടല്ലോ, മനസ്സംഘർഷം നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ്. അത് ഒരു വേള, ഒരു പരിധി വരെ ഒഴിവാക്കാൻ, മനസ്സിനെ ഒരുപാട് ക്ഷീണിപ്പിക്കാതിരിക്കാൻ, ഭാരം കൊടുക്കാതിരിക്കാൻ ക്ഷമ അവലംബിക്കുമെങ്കിൽ സാധിക്കുമെന്നാണ് പുതിയതും പഴയതുമായിരിക്കുന്ന പഠനങ്ങളൊക്കെ. ഏത് പ്രശ്നങ്ങളെയും ശാന്തമായി നേരിടാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ശരിയായ തീരുമാനങ്ങൾ വരെ എടുക്കാൻ പറ്റുക. ക്ഷമിക്കാതെ, സഹിക്കാതെ, കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കാതെ ചാടിക്കടന്ന് അതിൽ തീരുമാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ തീരുമാനങ്ങൾ പലപ്പോഴും എന്തായിരിക്കും? അത് ഫ്ലോപ്പായിരിക്കും. അത് തങ്ങൾക്ക് എതിരായി തീരുകയോ അല്ലെങ്കിൽ അത് നഷ്ടത്തിൽ കലാശിക്കുകയോ ചെയ്യും. അതുകൊണ്ട് ഏറ്റവും ശരിയായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ വരെ ക്ഷമ അവലംബിക്കുകയും അങ്ങനെ ശാന്തമായി അതിനെ സമീപിക്കാൻ സാധിക്കുകയും ചെയ്യണം. ഞാൻ വീണ്ടും പറയുന്നത്, ക്ഷമിക്കുന്ന ഒരിക്കലും തോൽവിയല്ല, മറിച്ച് ഏറ്റവും ഉന്നതമായ ഒരു സംസ്കാരത്തിന്റെ ലക്ഷണമായിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം. കോപം എന്ന് പറയുന്നത് എന്താ? അതൊരു നിമിഷത്തിന് ഭ്രാന്താണ്. മനസ്സിലായല്ലോ? ഒരു നിമിഷത്തിന് ഭ്രാന്താണത്. ആ നിമിഷം നമ്മളൊന്ന് ശാന്തമായാൽ തീരുവത്. ഇല്ലെങ്കിലോ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വലിയ അനർത്ഥങ്ങൾ. പ്രവാചക തിരുമേനി അതിന് കൊടുത്തിരിക്കുന്ന കുറെ മരുന്നുകളുണ്ട്. നിങ്ങൾ നിൽക്കുമ്പോഴാ കോപം വരുന്നത്, എന്നാ ഇരുന്നേക്കോട്ടോ. ഇരിക്കുമ്പോഴാ കോപം വന്നത്, എന്നാ കിടന്നേക്കോട്ടോ. ചിലയിടങ്ങൾ ഒന്നുകൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്താരോ, ഒന്ന് തണുപ്പിക്കുക. നമുക്ക് സ്വയം തന്നെ തണുപ്പിക്കാവുന്ന ഒരു വിഷയമായിട്ട് അതിനെ പറഞ്ഞത്. പക്ഷെ പലപ്പോഴും അത് സാധ്യമാകാതിരിക്കുകയും അതിനാന്തരക്ക് കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഒരുപാട് വിഷയത്തിന്റെ മർമ്മമെന്ന് തിരിച്ചറിയണം. ഈ ക്ഷമയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നൂറുകണക്കിന് സ്ഥലങ്ങളിലാണ് എടുത്തു പറഞ്ഞത്. അതിന്റെ ഒരു ഭാഗമാണ് ഞാനിവിടെ ഓതിക്കൽപ്പിച്ചു. വിശ്വാസികളെ, ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമയും നമസ്കാരവും കൊണ്ട് അള്ളാഹുവോട് സഹായം തരുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്നർത്ഥം പറഞ്ഞല്ലോ. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോ അള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് പറച്ചവനെ, ഞാൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇന്ന സാഹചര്യങ്ങളിൽ ക്ഷമ അവലംബിച്ചവനാണ്. അതുകൊണ്ട് നീ ഈ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കണമേ എന്ന് പറയാൻ കഴിയുന്ന, അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന, പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒരു കാണിക്ക പോലെ, ഒരു പണയ വസ്തു പോലെ വെച്ചു കൊടുക്കാൻ കഴിയുന്ന കനപ്പെട്ട ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ആലോചിക്കുക. ഏത് പ്രശ്നങ്ങളിലും ഏത് പ്രതിസന്ധികളിലും ആദ്യം ചാടി വീണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു കാര്യമല്ല. അത് റസൂൽ പറഞ്ഞാണ്. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പ്രവാചകനുണ്ട് ഈ വിഷയത്തിൽ, ഒരുപാട് ഉദാഹരണങ്ങൾ. ആദ്യഘട്ടത്തിലെ ക്ഷമ വേണ്ടത്, പിന്നീട് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓരോ വിഷയത്തിലും അങ്ങനെയാണല്ലോ. അപ്പോ അങ്ങനെ നമുക്ക് പടച്ചോനെ മുമ്പിൽ വെച്ചു കൊടുക്കാൻ പറ്റുമോ? കൂടെ പറഞ്ഞ നമസ്കാരമാണ്. നമസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ നമസ്കാരം നമ്മൾ ഫർദ് നമസ്കരിക്കുന്നുണ്ട്, അത് മിക്കവാറും ജമാഅത്തായി നമസ്കരിക്കുന്നുണ്ട്, പള്ളിയിൽ വന്ന് ആദ്യത്തെ വക്തിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ കുറെ പേര് അങ്ങനെയാണ്. കൂടെ ഈ നമസ്കാരത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ വിധത്തിൽ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട്, ദിക്റുകളും ദുആകളുമുണ്ട്. ഇതിനെല്ലാം പുറമെ ഒരു ആറാമത്തെ വക്ത് പോലെ വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിരിക്കുന്ന തഹജ്ജുദ് ശ്രദ്ധിക്കുന്നവരുണ്ട്. ഇതൊക്കെ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട പാട്ടുകൾ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ നമസ്കരിക്കുന്നവരായി മാറാൻ ആവശ്യമായ കാര്യങ്ങളാണ്. ഖുർആൻ ആ വിഷയം പറയുന്നുണ്ട്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന മനുഷ്യനെ ഖുർആൻ എടുത്ത് പറയുന്നു. അത് അയാളുടെ അറിവിന്റെ, വിവേകത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള നമസ്കാരം, അതിന്റെ എല്ലാ വശങ്ങളും ചേർത്ത് വെച്ചെന്ന് ആലോചിക്കുക. നമ്മുടെ നമസ്കാരം എത്രമാത്രം കാതലുള്ളതാണ്, കഴമ്പുള്ളതാണ്, കനമുള്ളതാണ്. നമ്മളിങ്ങനെ ഒരു പേരിന് കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകണം. പരലോകത്ത് അള്ളാഹു വിചാരണ ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ആ കർമ്മങ്ങളിൽ ഒന്നാമത്തെ നമസ്കാരമാണ്. അത് ശരിയായാൽ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാവുമെന്നാണ് പറഞ്ഞത്. അത് ശരിയായാൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അതുകൊണ്ട് ശരിയാവേണ്ടതെല്ലാം ശരിയായെന്നാണ്. നമസ്കാരം കൊണ്ട് ഒരു മനുഷ്യന്റെ സംസ്കാരത്തിൽ മാറ്റം വരും, സ്വഭാവത്തിൽ മാറ്റം വരും, സമീപനങ്ങളിൽ മാറ്റം വരും.
അതിനുവേണ്ടിയുള്ള പിന്നെ നിർദ്ദേശങ്ങളൊക്കെ അതിന് അനുബന്ധമായി പ്രവാചകത്തിന് വേണ്ടി പറയുന്നുണ്ടല്ലോ. ചില പ്രത്യേക ഭക്ഷണം കഴിച്ചുകൊണ്ട് പള്ളി വരാൻ പാടില്ല. എന്താ? വായനാറ്റം ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. എന്തുകൊണ്ടാണ് വരാൻ പാടില്ല അറിഞ്ഞു? ഒതു എടുത്തുകൊണ്ട് അല്ല, ബ്രഷ് ചെയ്യാതെ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അങ്ങനെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്കല്ല പ്രശ്നം, നിങ്ങളുടെ അടുത്ത് നിന്ന് നമസ്കരിക്കുന്നവർക്കാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിശ്വാസം കൊണ്ട് പോലും അപരനെ പ്രയാസപ്പെടുത്തിക്കൂടാ എന്ന ഒരു മെസ്സേജാണ് പ്രവാചക തിരുമേനി ആ ഒരു വിഷയത്തോട് പറഞ്ഞു തന്നത്. 5 നേരം എന്റെ ഉമ്മത്തിന് പ്രയാസകരമാവില്ലായിരുന്നുവെങ്കിൽ ഞാൻ ബ്രഷ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു പറഞ്ഞല്ലോ. അതെന്റെ ഭാഗമാണ്. പ്രവാചകൻ ആരോഗ്യശാസ്ത്രം പറഞ്ഞൊന്നുമല്ല, മറ്റുള്ള അടുത്ത് നിൽക്കുന്ന ആളുകളുടെ വിഷയമാണ് പറഞ്ഞത്. അപ്പോ അപരനെ ഒരു നിശ്വാസം കൊണ്ട് പോലും ഉപദ്രവിച്ചുകൂടാ, പ്രയാസപ്പെടുത്തിക്കൂടാ എന്നൊരു മെസ്സേജ് നമുക്ക് നമസ്കാരത്തിലൂടെ കിട്ടുമെങ്കിൽ പിന്നെ മറ്റുള്ളവരെ നമുക്ക് നാവ് കൊണ്ട് ഉപദ്രവിക്കാൻ പറ്റുമോ? കഴിയോ? കൈ കൊണ്ട് ഉപദ്രവിക്കാൻ കഴിയോ? അധികാരം കൊണ്ടോ, സ്വാധീനം കൊണ്ടോ, സമ്പത്ത് കൊണ്ടോ, അങ്ങനെ മറ്റെന്തെങ്കിലും കൊണ്ടോ ഉപദ്രവിക്കാൻ കഴിയോ? ഇല്ല. അപ്പോ മറ്റൊരു മനുഷ്യന് ഉപദ്രവമുണ്ടാക്കുക, പ്രയാസമുണ്ടാക്കുക എന്ന ആ ദുഷ്കൃത്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒരു നമസ്കാരക്കാരനെ മാറ്റിയെടുക്കാൻ കഴിയുമ്പോഴാണ് ആ നമസ്കാരമാവുന്നത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാത്തരം തിന്മകളിൽ നിന്നും ഒരു മനുഷ്യനെ പൂർണ്ണമായി വിലക്കുന്ന എന്തോ അതാണ് നമസ്കാരം. പക്ഷേ പലപ്പോഴും നമ്മൾ ആലോചിക്കാത്ത കാര്യം എന്താ? 25 കൊല്ലായി അല്ലെങ്കിൽ 30-40 കൊല്ലായി ഒരേ പള്ളിയിൽ വന്ന് എല്ലാ ഭക്തരും ഒന്നാമത്തെ സഫ് തന്നെ നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ നല്ല നമസ്കാരക്കാരനാണ്. പക്ഷെ അയാൾക്ക് ഇപ്പോഴും വീട്ടിൽ ഭാര്യയോടും മക്കളോടും മാന്യമായി പെരുമാറാൻ അറിയില്ല. അയാളുടെ നമസ്കാരത്തിന് 27 രൂപ കിട്ടുമോ? 27 ഇരട്ടി പ്രതിഫലം കിട്ടുമോ? ആ നമസ്കാരം തന്നെ സ്വീകരിക്കുമോ? 25, 30, 40 കൊല്ലം നമസ്കരിച്ചിട്ട് ആ നമസ്കാരം കൊണ്ട് ഒരു ഗുണവും അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ കർമ്മങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഒരു പ്രതികരണം, ഒരു പ്രതിഫലനം ജീവിതത്തിൽ വന്നിട്ടില്ല. വീടകങ്ങളിൽ നമസ്കരിക്കുന്ന സഹോദരിമാർ പണ്ട് പ്രത്യേകിച്ചും ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട്. എന്താ? നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേക ഒരു പായ ഉണ്ട്, അവർക്ക് പ്രത്യേക കുപ്പായമുണ്ട്. മോശമെന്നല്ല, ആവാം, നല്ലത് തന്നെയാണ്. എന്നാൽ ആ പായ വരിച്ച് ആ നമസ്കാര കുപ്പായം ധരിച്ച് അതിൽ വെച്ച് നമസ്കരിച്ച് തിരിഞ്ഞു നോക്കുമ്പോ മുമ്പിൽ കാണുന്നത് മകന്റെ ഭാര്യയാണ്. ആ മകന്റെ ഭാര്യയെ സ്വന്തം മകളെ പോലെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, അവരോട് മോശമായ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ, ഇവരുടെയും പതിറ്റാണ്ടുകളായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കാരം അവരിൽ എന്ത് ഗുണമുണ്ടാക്കിയത്? എന്ത് പ്രതിഫലനം ഉണ്ടാക്കിയത്? ഞാൻ പറഞ്ഞതാണ്. അപ്പൊ കുടുംബത്തിൽ, സമൂഹത്തിൽ, സ്വന്തം വ്യക്തിതലത്തിലൊക്കെ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ നമസ്കാരം മാറുമ്പോഴാണ് അതിന് 27 അതിലേറെയോ ഇരട്ടി പ്രതിഫലം ലഭിക്കുക. അല്ലെങ്കിൽ ഒറ്റ പ്രതിഫലം പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധം അത് ഈശ്വരമായി പോകും. അങ്ങനെയാണ് നമസ്കാരമെങ്കിൽ ഫർളുണ്ട്, സുന്നത്തുണ്ട്, അതുപോലെ തഹജ്ജുദുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അതിന്റെ പ്രതിഫലനം ജീവിതത്തിലുണ്ട്. ആ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പടച്ച റബ്ബിന് മുമ്പിൽ, അല്ലാഹുവേ, ഞാൻ 5 നേരം നമസ്കരിക്കുന്നവനാ, സുന്നത്തുകൾ ശ്രദ്ധിക്കുന്നവനാ, ഈ നമസ്കാരം കൊണ്ട് ഉണ്ടാവേണ്ട ഗുണങ്ങളൊക്കെ പരമാവധി പാലിക്കുന്നവനാ, നീ എന്നെ സഹായിക്കണമേ, നീ എന്നെ രക്ഷപ്പെടുത്തണമേ, എന്നെ പ്രയാസപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് അർത്ഥമുണ്ടാകും, ഉത്തരമുണ്ടാകും, പ്രതീക്ഷിക്കാൻ കഴിയും. പ്രത്യേകിച്ച് തഹജ്ജുദ് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ എന്താ? തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നമ്മൾ സ്വയം എഴുന്നേൽക്കുക, റബ്ബിന്റെ വിളി മാത്രമാണ് കേട്ടത്. ആ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത്. ആ പ്രാർത്ഥനയുടെ പ്രത്യേകം തരുമോ? അമ്പെയ്ത പോലെയാ, കുറിക്ക് കൊള്ളും. എന്താ ചോദിച്ചത്? എന്താ ആവശ്യപ്പെട്ടത്? അത് നമുക്ക് ഗുണകരമാണെങ്കിൽ ലഭിച്ചിരിക്കും. നമുക്ക് ഗുണകരമാണെങ്കിൽ ലഭിച്ചിരിക്കും, ദുനിയാവിന്റെ കാര്യമാണെങ്കിലും പരലോകത്തിന്റെ കാര്യമാണെങ്കിലും. കാരണം അത്രയും ഒരു മനുഷ്യനെ ശക്തനാക്കുന്ന, കരുത്തനാക്കുന്ന ഒരു നമസ്കാരം കൂടിയാണത്. അങ്ങനെയുള്ള നമസ്കാരം കൂടെ ക്ഷമയും കൂടെ വെച്ച് അള്ളാഹുവോട് ചോദിച്ചു നോക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിയുക, നിങ്ങളുടെ ക്ഷമയും നമസ്കാരവും വെച്ചുകൊണ്ട് അവരോട് സഹായം തേടുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ഇനി പറയുന്നത് ക്ഷമയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗമാണ്. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്. ദൈവിക മാർഗത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ആളുകൾ, അവർ മരണപ്പെട്ടു പോയിരിക്കുന്നു, അവരങ്ങ് മരിച്ചുപോയി എന്ന് നിങ്ങൾ പറയരുത്. ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. പക്ഷെ അവർ ജീവിച്ചിരിക്കുകയാണ്, നിങ്ങൾക്കറിയില്ല എന്നേ ഉള്ളൂ.
നിങ്ങൾക്കറിയില്ല എന്നേ ഉള്ളൂ, അവർ ജീവിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ദൈവീക മാർഗത്തിൽ മരണപ്പെട്ടു പോയിരിക്കുന്ന ആളുകളെ കുറിച്ച് അവർ മരിച്ചുപോയി എന്ന് പറയുന്നതെന്ന് പറയാൻ കാരണം എന്താ? അവർ ക്ഷമിച്ചും സഹിച്ചും ഉൾക്കൊണ്ടും പോരാടിയതാണ്. അവർക്ക് ലഭിക്കാനിരിക്കുന്നതോ ഇവിടെ എന്താണോ ആഗ്രഹിച്ചത് അതിന്റെ അവിടെയൊന്നും ഉൾക്കൊള്ളാത്ത, അതിന്റെയൊക്കെ എത്രയോ മുകളിലുള്ള വലിയ വലിയ പ്രതിഫലം നേടിയെടുക്കാനാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ കുറിച്ച് അങ്ങനെ പറയുന്നത്. നിങ്ങൾക്കറിയാത്ത വിധം അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ പറയുന്നത് നമ്മളോടാ, വല നബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ഫബശിരി സ്വാബിരീൻ. തീർച്ചയായും നിങ്ങളെയും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇതാരോടാ? വിശ്വാസികളോടാണ്. അവിശ്വാസികളെയല്ല, വിശ്വാസികളെ നിങ്ങളെ പരീക്ഷിക്കുമെന്നല്ല, തീർച്ചയായും നിങ്ങളെയും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, ഭയം, വിശപ്പ്, വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, സമ്പത്തും അതുപോലെ തന്നെ എന്താ പറയാ മാനുഷികമായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള നഷ്ടങ്ങളും. സമ്പത്ത് നഷ്ടപ്പെടും, നമ്മുടെ കൂടെയുള്ള ആളുകൾ നഷ്ടപ്പെടും, അതുപോലെ വിഭവങ്ങൾ നഷ്ടപ്പെടും. അങ്ങനെ പല പല വിധത്തിൽ നിങ്ങളെ തീർച്ചയായും പരീക്ഷിക്കുക തന്നെ ചെയ്യും. പരീക്ഷിക്കും. പക്ഷെ ആർക്കാ വിജയിക്കാൻ പറ്റുക? ഫബശിരി സ്വാബിരീൻ, ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് ആണെന്ത്? വിജയം. അവർക്കാണ് വിജയം. ആ വിജയത്തെ നിങ്ങൾ ഉൾക്കൊള്ളുക, അതിൽ സന്തോഷമടയുക എന്ന് ഖുർആൻ പറഞ്ഞത്. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അവർ എന്ത് പറയും? ഒരു ആശ്വാസത്തിന്റെ വാക്കാ. അല്ലാഹു എന്ന് വന്നവരാ നമ്മളൊക്കെ, തിരിച്ചങ്ങോട്ട് തന്നെ പോകും. അതൊരു ആശ്വാസത്തിന്റെ വാക്കാ, സമാശ്വാസത്തിന്റെ വാക്കാ. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം റഹ്മ. അവർക്കാണ് തങ്ങളുടെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭ്യമാകുന്നത്. ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ എന്നാണ് ഖുർആൻ അവിടെ സൂചിപ്പിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല, ക്ഷമിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞിടത്തും കണക്കില്ലാത്ത പ്രതിഫലം എന്ന ഖുർആൻ പറഞ്ഞത്. സൂറത്ത് സുമറിലൂടെ അതിന്റെ അവസാന ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. വസ്വാബിറൂൻ ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമ അവലംബിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം കണക്കില്ലാത്ത പ്രതിഫലമാണ്. കണക്കില്ലാത്ത പ്രതിഫലമാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊരു വലിയ കാര്യമാണ്, ഇതൊരു കരുത്തുണ്ടാകുന്ന കാര്യമാണ്, ശക്തി ഉണ്ടാകുന്ന കാര്യമാണ്, മനസ്സിനെ ശക്തമാക്കുന്ന കാര്യമാണ്, പിടിച്ചു നിർത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന പ്രതിഫലം ഒട്ടും കുറവായിരിക്കില്ല. അതും ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം എന്ന് ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ധാരാളമായി നമുക്കറിയാം 42-ാം അധ്യായം സൂറത്ത് ശൂറ, അതിലെ 36 മുതൽ 9ഓളം വാക്യങ്ങൾ ക്ഷമയുമായി ബന്ധപ്പെട്ട് അനുബന്ധമായിരിക്കുന്ന വിഷയങ്ങളാണ് അതിൽ ചേർത്ത് വെച്ചിട്ടുള്ളത്. ആ കാര്യങ്ങളെ കുറിച്ചും ആലോചിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമുണ്ടാക്കും, വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. ദുനിയാവിൽ നഷ്ടമില്ല, പരലോകത്ത് വലിയ ലാഭവും ഉണ്ടാവും. ആ തരത്തിൽ ശക്തരായി, കരുത്തരായി, യോഗ്യരായി പടച്ച റബ്ബിൽ നിന്ന് കണക്കറ്റ പ്രതിഫലങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. പടച്ച റബ്ബ് അതിന് നമ്മുടെ ക്ഷമയും നമ്മുടെ നമസ്കാരവും നമ്മെ സഹായിക്കുന്ന വിധത്തിൽ അതിനുള്ള തൗഫീഖ് അവൻ നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അയ്യുഹൽ ഇഖ്വാന വൽ അഖവാത് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. വളരെ വിശദമായി സംസാരിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൂടെ പൂർത്തീകരിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന്മാരിൽ ഒരാളാണ് അബ്ദുൽ ഉസ്സ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഉമ്മു ജമീൽ. അബ്ദുൽ ഉസ്സ എന്ന മാതാപിതാക്കളുടെ പേര്, ആ പേരിൽ വളർന്നു വന്നിരിക്കുന്ന ഒരു മനുഷ്യൻ ദീർഘകാലത്തെ യാത്ര കൊണ്ട് അയാൾ മറ്റൊരു പേര് നേടിയെടുത്തു. അത് അപരനാമമാണ്. ആ നാമം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെയും സംസ്കാരത്തെയും സമീപനങ്ങളെയും പെരുമാറ്റ മര്യാദകളെയും ഒക്കെ കാണിക്കുന്നുണ്ട്. ആ പേരാണെന്ത്? ഖുർആൻ പരിചയപ്പെടുത്തിയിരിക്കുന്ന അബൂ ലഹബ്. ഒരു കാര്യം ഉറപ്പാണ്, അബൂ ലഹബ് എന്നുള്ളത് ഒരിക്കലും ഒരു വ്യക്തിയുടെ പേരല്ല, അതൊരു സംസ്കാരത്തിൻ്റെ, ഒരു സ്വഭാവത്തിൻ്റെ, ഒരു ജീവിത രീതിയുടെ പേരാണ്. അബ്ദുൽ ഉസ്സയിൽ നിന്ന്
അബൂലഹബിലേക്കുള്ള യാത്രയാണ് ആ മനുഷ്യൻ നടത്തിയത്. എന്തായിരുന്നു അയാൾക്ക് അപരനാമം കിട്ടാനുള്ള കാരണം? പല കാരണങ്ങളും പലരും പറയുന്നുണ്ട്. പക്ഷെ ഖുർആൻ ശരിക്കും ആഴത്തിൽ വായിച്ചു നോക്കിയാൽ അതിന് കാരണം മനസ്സിലാവും. എന്താണ് കാരണം? ആ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അല്പം ക്ഷമ അവലംബിക്കേണ്ട സന്ദർഭങ്ങളിൽ ക്ഷമിക്കാതെ, കോപത്തെ അടക്കി വെക്കേണ്ട സന്ദർഭങ്ങളിൽ അടക്കി വെക്കാതെ, ശാന്തമായി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ ശ്രമിക്കാതെ, ശാന്തമായ സന്ദർഭങ്ങളിൽ തീരുമാനമെടുക്കാൻ ശ്രമിക്കാതെ എടുത്തു ചാടുന്ന സ്വഭാവമായിരുന്നു. ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്ഷിപ്രകോപി എന്ന് പറയാം, അല്ലേ? അതാണ് അബൂലഹബി എന്ന പദത്തിന്റെ ഭാഷാപരമായ അർത്ഥം. ക്ഷിപ്രകോപി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശങ്ങളെ ആ സമൂഹത്തിന് മുമ്പിൽ ശാന്തമായി അവതരിപ്പിക്കുമ്പോൾ അതൊന്ന് ശാന്തമായി കേട്ട് അതിനെക്കുറിച്ച് ഒരു സെക്കൻഡെങ്കിലും ആലോചിക്കാൻ ശ്രമിച്ച് എന്നിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഉൾക്കൊള്ളാം, ഇല്ലെങ്കിൽ തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അല്ലെങ്കിൽ പോലും ഒന്ന് ക്ഷമാവലംബിച്ച് കാത്തിരിക്കാനുള്ള മനസ്സുണ്ടായില്ല. അതിനുള്ള മനസ്സുണ്ടായില്ല. മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ സമീപനങ്ങളും അങ്ങനെയാണ്. എല്ലാ സമീപനങ്ങളും, സ്വഭാവവും സംസ്കാരവും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആ സ്വഭാവത്തിന് ഉടമയായിരിക്കുന്ന ആൾക്ക് ലഭിച്ചിരിക്കുന്ന അപരനാമമാണെന്ന് അബൂലഹബ്. എങ്കിൽ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിന്റെ കരങ്ങൾ നശിക്കട്ടെ. നശിച്ചിരിക്കുന്നു പറഞ്ഞാൽ എന്താ? ക്ഷിപ്രകോപിയുടെ കരങ്ങൾ നശിക്കട്ടെ എന്നാണ്. അതിന്റെ അർത്ഥം 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പ്രവാചക തിരുമേനി ജീവിച്ചിരുന്ന കാലത്ത് കഴിഞ്ഞുപോയ ഒരു വ്യക്തിയല്ല, ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല ഖുർആൻ പരാമർശിച്ചത്. ഇന്നും ഇവിടെയും നമുക്കിടയിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്കാണ് അത് വിരൽ ചൂണ്ടിയത്. എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവവും സംസ്കാരമുള്ള ഏതൊരു മനുഷ്യനും, ഇങ്ങനെയുള്ള സ്വഭാവവും സംസ്കാരമുള്ള ഏതൊരാളും, അയാൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടെങ്കിലും അയാളുടെ കർമ്മങ്ങൾ പാഴായിപ്പോകും, അയാളുടെ കരങ്ങൾ നശിക്കും. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അയാളുടെ സമ്പാദ്യങ്ങളോ അയാൾ സമ്പാദിച്ചുണ്ടാക്കിയതോ അയാളുടെ സമ്പത്തുകളോ ഒന്നും അയാൾക്ക് ഉപകരിക്കില്ല, ഒന്നും ഉപകരിക്കില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, ജ്വലിക്കുന്ന നരകത്തിലേക്കാണ് അയാൾ വലിച്ചെറിയപ്പെടുക. ആലോചിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞെന്താ അറിയോ, ഈ ഒരു സൂറത്ത് അക്കാലത്ത് കഴിഞ്ഞു പോയിരിക്കുന്ന ഒരു വ്യക്തിയെ മോശമായ രൂപത്തിൽ അനുസ്മരിക്കാൻ വേണ്ടി മാത്രമുള്ള സൂറത്തല്ല. ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് ഇങ്ങനെ പാരായണം ചെയ്ത് പ്രതിഫലം വാങ്ങാൻ വേണ്ടിയുള്ളത് മാത്രമല്ല, പിന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നത് പരിശോധിക്കാനാ, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ലൈവായി വായിക്കാനാ. എങ്കിൽ ബോധ്യമാകും നമ്മുടെ സ്വഭാവവും നമ്മുടെ സംസ്കാരവും നമ്മുടെ സൽക്കർമ്മങ്ങളെപ്പോലും പലപ്പോഴും തടയപ്പെടുവാനും പ്രതിഫലം ലഭ്യമാവാതിരിക്കുവാനും കാരണമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. കൂടെ പറഞ്ഞെന്താ? വംറാത്തുഹു, അയാളുടെ ഭാര്യയും കൂടെ ഉണ്ട്. അബൂലഹബിന്റെ ഭാര്യയും കൂടെ ഉണ്ട്. എന്താ പറയുക പ്രത്യേകത? ഹമ്മാലത്തുൽ ഹതബ്. അതിന് മലയാള പരിഭാഷ കൊടുത്തിരിക്കുന്ന അർത്ഥം വിറക് ചുമട്ടുകാരി എന്നാണ്. ഈ വിറക് ചുമക്കുന്നതിന് എത്ര വലിയ കുറ്റമാണ്? ഒരാൾ ശാശ്വതമായി നരകത്ത് പോകാൻ മാത്രമുള്ള കുറ്റമാണോ? ആയിരിക്കോ? ശാശ്വതമായി നരകത്ത് പോകുന്നല്ല, ഒരിക്കൽ പോലും നരകത്ത് പോകാനുള്ള കുറ്റമല്ല വിറക് ചുമക്കൽ, ആണോ? അല്ല. പിന്നെ എന്തേ അവരെ കുറിച്ച് അങ്ങനെ പറയാൻ കാരണം? അവിടെ നമ്മളതിന്റെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥതലങ്ങൾ നിന്നതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഹമ്മാലത്ത് തന്നെ വഹിക്കുന്ന ആൾ തന്നെയാണ്. ഹത്തബ് എന്നാലോ നമ്മൾ വിറക് എന്ന് പറയുന്നു, ഇന്ധനം എന്ന് പറയാം, അല്ലെ? ഇന്ധനം എന്ന് പറയുമ്പോൾ കുറെ ഐറ്റംസ് ഉണ്ട്. ഒന്നിനും മനസ്സിലാവും. നമ്മൾ കത്തിക്കുന്ന വിറക് മാത്രമല്ല, മണ്ണെണ്ണയും പെട്രോളും ഡീസലും ഇതൊക്കെ ഇന്ധനങ്ങളാണ്. എല്ലാം ഇന്ധനങ്ങളാണ്. അതൊക്കെ അതിൻ്റെതായിരിക്കുന്ന രൂപത്തിൽ പോസിറ്റീവായി ഉപയോഗിക്കാം, ചിലപ്പോൾ നെഗറ്റീവായിട്ട് ഉപയോഗിക്കാം. മനസ്സിലായല്ലോ? എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഹമ്മാലത്തുൽ ഹതബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ഈ ഇന്ധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ആളിക്കത്തും. മനസ്സിലല്ലോ? ആളിക്കത്തും. തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിലേക്ക് എത്തിരി പെട്രോൾ ഒഴിച്ചു കൊടുത്താലോ പൊട്ടിത്തെറിക്കുന്നവർ കത്തും. എങ്കിൽ ഹമ്മാലത്തുൽ ഹതബ് എന്താ? എരി തീയിൽ എണ്ണ ഒഴിക്കുന്നവരെന്നാണ്. സാധാരണ നമ്മളൊക്കെ എന്താ, ഇപ്പൊ ഭാര്യയും ഭർത്താവും കൂടി അങ്ങാടി ഇറങ്ങിയതാ, എന്തോ കാര്യങ്ങൾക്ക് ഇറങ്ങിയതാ. എന്തോ ഒരു സാഹചര്യത്തിന് ഭർത്താവ് എന്ത് ചെയ്തു? ആരുമായോ ഒന്ന് ഷണ്ട കൂടാണ്, എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോ ഉച്ചത്തിൽ സംസാരിക്കുന്നതിന് പ്രശ്നമുണ്ട്, ബഹളമുണ്ട്. സാധാരണ ഭാര്യമാർ എന്താ ചെയ്യുക? മെല്ലെ ഇയാളെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകാൻ നോക്കും, അല്ലെ? തണുപ്പിക്കാൻ നോക്കും. ഇതിലുണ്ട് പോരി, ഇപ്പോൾ വർത്താൻ പറയുന്ന കണ്ടെന്ന് പറയും. അങ്ങനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകാൻ നോക്കുമ്പോ അതാണ് സാധാരണ ചെയ്യുക. എന്നാൽ അബ്ദുൽ ഹുസൈയുടെ ഭാര്യ ഉമ്മു ജമീലിന്റെ പണി എന്തായിരുന്നു? ഈ മനുഷ്യൻ ഉണ്ടാക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത്
അയാളെ വീണ്ടും വീണ്ടും നമ്മൾ പറയാം പിരികറ്റുന്നല്ലോ, അങ്ങനെ കയറ്റി കൊണ്ടുവരായിരുന്നു. അയാളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരായിരുന്നു. അയാൾ കത്തിക്കൊണ്ടിരിക്കുന്ന ആ തീയിലേക്ക് പിന്നെയും എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആ സ്ത്രീയും ശാശ്വതമായി നരകത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂടെ എത്തിയത്. രണ്ട് കാര്യം: ഒന്ന്, നമ്മുടെ സ്വഭാവവും സംസ്കാരവും നന്നായില്ലെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങളെപ്പോഴും അത് ബാധിക്കും. രണ്ട്, ആ നന്നല്ലാത്ത സ്വഭാവത്തെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ അതിന് വളരാൻ ആവശ്യമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്യുന്നവർ ആരാണെങ്കിലും, അത് ഭാര്യ എന്ന ഭർത്താവ് എന്ന മക്കളെന്ന വ്യത്യാസമൊന്നുമില്ല, ആരാണെങ്കിലും അവരും സ്വാഭാവികമായി അവരുടെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാതെ അവരും നഷ്ടക്കാരിൽ, നാശക്കാരിൽ പെട്ടുപോകുമെന്നാണ്. ആ തിരിച്ചറിവ് ഈ ഒരു സൂറത്ത് വായിക്കുമ്പോൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ലൈവായി നമ്മുടെ കൂടെ അതിന്റെ ആശയങ്ങൾ നിൽക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയും. ആ നിലക്ക് വിശുദ്ധ ഖുർആനിനെയും അതിലെ സൂക്തങ്ങളെയും സൂറത്തുകളെയും ഒക്കെ കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും ആ തലത്തിൽ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കണം. പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്തിൽ വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുവഹിദുകളിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം തമ്പുരാൻ. വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും കൃത്യമായി കണിശമായി പഠിക്കുവാനും പകർത്തുവാനും അതിന്റെ ശരിയായ വക്താക്കളും പ്രയോക്താക്കളും പ്രചാരകരുമായി ജീവിതത്തെ ധന്യമാക്കുവാനും ഞങ്ങളെല്ലാം നീ പ്രത്യേകം അനുഗ്രഹിക്കണം തമ്പുരാൻ. പലവിധ പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവര്, കടബാധ്യതകള്, അതുപോലെ രോഗങ്ങള്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ, അങ്ങനെ പല വിഷയങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് അവർക്കെല്ലാം ആഫിയത്തും ആരോഗ്യവും അതുപോലെ തന്നെ അവർക്ക് നല്ല ആശ്വാസവും നൽകി അവരെ നീ പ്രത്യേകം അനുഗ്രഹിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. മാതാപിതാക്കള്, അടുത്ത ബന്ധുക്കള്, സഹോദരങ്ങൾ, സുഹൃത്തുക്കള്, കഴിഞ്ഞ ദിവസം വരെ നമ്മിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന വേണ്ടപ്പെട്ട പലരുമുണ്ട്. എല്ലാവരുടെയും എല്ലാ പാപങ്ങളെയും നീ പുറത്തു കൊടുക്കണമേ. അവരുടെ എല്ലാം ബർസഖിയായിരിക്കുന്ന ജീവിതം സന്തോഷകരമാക്കി തീർക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി പ്രത്യേകം അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة وتوفنا مسلمين وألحقنا بالصالحين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على رسوله الأمين والحمد لله رب العالمين.